ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിലേക്ക് ഒരു ആശംസയും സ്നേഹവും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച നമ്മൾ സുവിശേഷത്തിലൂടെ വായനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നേരിട്ട് ഈശോയുടെ തിരുഹൃദയവുമായിട്ട് ബന്ധമില്ല എന്ന് തോന്നുന്ന ചില സുവിശേഷങ്ങളും വായനകളൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒന്നാമത്തെ വായനയിൽ കർത്താവ് താൻ തന്നെ ഇനി തൻ്റെ ജനത്തെ നയിക്കുമെന്നും അവരെ ഇനി പുതിയൊരു മേച്ചിൽ സ്ഥലത്തിലൂടെ കൊണ്ടുപോകും, അവർക്കിനി പ്രശാന്തമായിട്ടുള്ള മേച്ചിൽ സ്ഥലവും ജലശാലയും ഒക്കെയുള്ള ഒരു വലിയ ഒരു മരുഭൂമി അനുഭവത്തിൽ നിന്ന് ഇനി മുതൽ ഒരു പച്ചപ്പിൻ്റെ അനുഭവത്തിലേക്ക്, ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും എന്നൊക്കെ പറയുന്നതാണ് ഒന്നാമത്തെ വായന. രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ ഭംഗിയായി നമ്മുടെ മുന്നിലേക്ക് ഇതേപടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വ്യക്തമാക്കി തരുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണാതായ ആടിനെ തേടി ഇറങ്ങുന്ന ഒരു ഇടയനെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ളവർ, ഈശോയുടെ തിരുഹൃദയവുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്ന് തോന്നുമെങ്കിലും കൃത്യമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ വായനകളിലൂടെയൊക്കെ നമ്മുടെ മുൻപിലേക്ക് വരിക. ഈശോയുടെ ഹൃദയം ഇങ്ങനെ പുറത്തിരിക്കുന്നത് എന്താണെന്ന് മറിയം മാർഗരീത്ത ഈശോയോട് ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ്: മനുഷ്യരോടുള്ള സ്നേഹം ഓരോ നിമിഷവും തുടിക്കുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം ഇങ്ങനെ പുറത്തിരിക്കാം. അത് നമ്മൾ കാണുന്നതിന് വേണ്ടിയാണ്, നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതേ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. 5 പ്രത്യേകതകൾ പൊതുവെ സഭാ പാരമ്പര്യത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന് പറയാറുണ്ട്. 1, അത് പുറത്തിരിക്കുകയാണ്. 2, അതിലൊരു മുറിവുണ്ട്. 3, അതിലും ചുറ്റും ഒരു മുള്ളുവേലി ചുറ്റപ്പെട്ടിട്ടുണ്ട്. 4, അതിലൊരു സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലയുണ്ട്. 5, അതിലൊരു കുരിശ് നമുക്ക് കാണാൻ കഴിയും. ഈ 5 കാര്യങ്ങളും ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മുടെ മുൻപിലേക്ക് വ്യക്തമാക്കി തരിക. ഇന്ന് ഈ ഒരു തിരുഹൃദയ തിരുനാളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, സഭയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നതല്ല ഇങ്ങനെയൊരു തിരുനാളും ഇങ്ങനെയൊരു പ്രത്യേകമായിട്ടുള്ള ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വണക്കവും ഭക്തിയും ഒക്കെ. കുരിശുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യോദ്ധാക്കളെല്ലാം യൂറോപ്പിൽ നിന്ന് ഈശോ ജനിച്ചു വളർന്ന വിശുദ്ധ നാടുകളിലേക്ക് കടന്നു വരുമ്പോൾ അവർ കുറെ കൂടെ വ്യക്തമായിട്ട് ദൈവം എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യനായി ഈശോയെ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈശോ നടന്ന വഴികളിലൂടെ നടക്കുമ്പോൾ, ഈശോ കുരിശ് ചുമന്ന് നടന്നുപോയ വഴികളിലൂടെ പോകുമ്പോൾ, കർത്താവ് പീഡകൾ സഹിച്ച പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കടന്നു വരുമ്പോൾ, ജനങ്ങളാൽ വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിലാപയാത്ര നടന്ന വഴികളിലൂടെ ഇവർ നടന്നു പോകുമ്പോൾ, കർത്താവ് മരിച്ച സ്ഥലത്തേക്ക് എത്തുമ്പോൾ, ഈശോയെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് എത്തുമ്പോൾ, ഈശോ ജനിച്ചിടത്തേക്ക് എത്തുമ്പോൾ കുറെ കൂടെ മനുഷ്യനായിട്ട് അവർ ഈശോയെ കാണുമ്പോൾ അവിടെ മുതലാണ് ഈശോയോട് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്തിയൊക്കെ കടന്നു വരിക. നമുക്കറിയാവുന്നതാണ്, സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കാലഘട്ടം ഏകദേശം ഈ ഒരു സമയത്ത് തന്നെയാണ്. അവിടെ മുതലാണ് മനുഷ്യനായിട്ട് ഈശോ പിറന്നതിൻ്റെ ഈ ഒരു ക്രിബിൻ്റെ രൂപീകരണമൊക്കെ, പുൽക്കൂടിൻ്റെ രൂപീകരണമൊക്കെ നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുക. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈശോയുടെ തിരുഹൃദയത്തോട് സ്നേഹവും വണക്കവും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു മറിയം മാർഗരീത്തയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നൊരു കാര്യമാണ്: എൻ്റെ ഹൃദയം ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ കാണാത്തത് കൊണ്ട്, വണങ്ങാത്തത് കൊണ്ട്, സ്നേഹിക്കാത്തത് കൊണ്ട്, മനുഷ്യരിൽ നിന്ന് ഓരോ നിമിഷവും ഏറ്റുവാങ്ങുന്ന ഈ ഒരു തിക്താനുഭവത്തിലൂടെ എൻ്റെ ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പാദ്രി പിയോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. 3 മണി സമയത്ത് സഹസന്യാസിമാരിൽ ഒരാൾ ഇങ്ങനെ ദേവാലയത്തിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഈ പാദ്രി പിയോ ദേവാലയത്തിൽ തലകുനിച്ചിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഈ മനുഷ്യൻ ചെറിയൊരു ഉൾഭയത്തോടു കൂടെയാണ് പിയോയെ ചെന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുക. അപ്പോൾ പിയോ പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലിങ്ങനെ കണ്ണീര് തളം കെട്ടി നിൽക്കുന്നുണ്ട്. കണ്ണിങ്ങനെ കരഞ്ഞ് ചുവന്ന നിറത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചോദിക്കുമ്പോൾ പിയോ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്: ഞാൻ ഈശോയുടെ ഹൃദയത്തെ കണ്ടു, നമ്മൾ ചെയ്യുന്ന പാപത്തെ പ്രതി, ഏറ്റവും പ്രത്യേകമായി ഈ ഒരു തിരുഹൃദയ വണക്കമില്ലാത്തതിനെ പ്രതി ഈശോയുടെ തിരുഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനുവേണ്ടി അദ്ദേഹം ഒരു ഉപമ കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അന്ന് കാൽവരിയിൽ കുരിശിൽ കിടന്ന് ഈ ഒരു കുന്തം കൊണ്ട് കുത്തപ്പെട്ടപ്പോൾ ഉണ്ടായതിനേക്കാൾ അധികം വേദന ഇന്ന് ക്രൈസ്തവർ ഈ ഒരു തിരുഹൃദയത്തോട് വണക്കം കാണിക്കാതിരിക്കുമ്പോൾ, ഭക്തി കാണിക്കാതിരിക്കുമ്പോൾ ഈശോയുടെ ഹൃദയം വേദനിക്കുന്നുണ്ടെന്നാണ് പാദ്രി പിയോയുടെ ഒരു വെളിപ്പെടുത്തലിലൂടെ നമുക്ക് വ്യക്തമാക്കി തരിക.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു സുവിശേഷത്തിലൂടെയും വായനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ തിരുഹൃദയം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നമുക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈശോയുടെ ഹൃദയം. ഓരോ നിമിഷവും നമുക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ വായനയിലൂടെ ഇടയൻ്റെ ഒരു മനോഭാവം കർത്താവ് വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ നയിക്കാനില്ലാതാവുമ്പോൾ, ആരും നമ്മളെ സ്നേഹിക്കാനില്ലാതാവുമ്പോൾ കർത്താവ് ഈ ഒന്നാമത്തെ വായനയിലൂടെ നമുക്ക് ധൈര്യം നൽകുന്നുണ്ട്. ഇനി മുതൽ ഞാൻ തന്നെ എൻ്റെ ജനത്തെ നയിക്കും. ഈശോയ്ക്ക് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട്, നമ്മിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഇനി മുതൽ നിങ്ങളെ നയിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയ്ക്ക് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തേടി ഇറങ്ങുന്ന ഒരു സ്നേഹം, ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് തറഞ്ഞു കയറുന്നൊരു ചിത്രമുണ്ട്. അതിങ്ങനെ മുള്ളുകൾക്കിടയിൽ കിടക്കുന്ന ഒരു ആട്, ആ ആടിനെ കയ്യെത്തി പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരിടയൻ്റെ കരങ്ങൾ. ആടിൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്, പക്ഷേ ഇപ്പോൾ ആടിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് ഇടയൻ്റെ കരങ്ങളാണ്. ഇടയൻ്റെ വസ്ത്രങ്ങളിലൂടെ ഈ മുള്ള് ഇടയൻ്റെ കൈകളിലേക്ക് തറഞ്ഞു കയറിയിട്ടുണ്ട്. ഇപ്പോൾ ചോര ചിന്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടയൻ്റെ കരങ്ങളാണ്. ഇങ്ങനെയാണ് ഈ പ്രിയപ്പെട്ടവരെ ഈശോ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുക. ഇന്നും ഈശോയുടെ തിരുഹൃദയത്തിൽ മുറിവേറ്റ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ സ്വന്തമാക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ നയിക്കുന്നുണ്ട്. നമ്മൾ കാണാനും നമ്മൾ വണങ്ങാനും നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും ഇന്നും ഹൃദയം ഈശോ ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ആ ഹൃദയത്തിലേക്ക് നോക്കാനും ആ ഹൃദയത്തിലെ സ്നേഹം അനുഭവിക്കാനും ആ സ്നേഹം പകർന്നു കൊടുക്കാനും ഒക്കെ ഈ ഒരു തിരുനാൾ ആഘോഷം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം. അതിനൊതുങ്ങുന്നതായിരിക്കും ഈ ഒരു തിരുനാൾ ആഘോഷം മാറട്ടെ എന്ന് പരസ്പരം ആശംസിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.